ഇവനും കൂടെ എങ്ങോട്ടാ പോകുന്നേ? ബ്രൈറ്റൺ. സോ നമ്മളിന്ന് ബ്രൈറ്റൺ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. സോ ഗോയിങ് ടു ബ്രൈറ്റൺ. സോ ലെറ്റ്സ് സീ അവിടുത്തെ വിശേഷങ്ങളും. ഇന്ന് ഓൾമോസ്റ്റ് ഒരു നല്ല സണ്ണിയാണ്, പക്ഷേ വിൻഡിയും കൂടെയാണ്. സോ നമുക്കിന്ന് ബീച്ചിലൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് വരാം. ബ്രൈറ്റൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഇംഗ്ലണ്ടാണ് ബ്രൈറ്റൺ. ബ്രൈറ്റൺ എന്ന് പറഞ്ഞാൽ മെയിൻലി ഒരു ബീച്ചാണ്. ആൻഡ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത് ടൂറിസ്റ്റേഴ്സാണ്. ആൻഡ് ഓൾസോ പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ക്ലീൻ സിറ്റിയാണ്. UK വന്നതിൽ എനിക്ക് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് തന്നെ പറയാം. ആൻഡ് ഓൾസോ ഐ എം എ ബീച്ച് പേഴ്സൺ. അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ബീച്ചിൽ പോയാലും മതിയാവില്ല. പക്ഷേ ബ്രൈറ്റൺ ബീച്ച് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കളറും എല്ലാം കൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ബീച്ചാണ് ഇത്. ശരിക്കും ഇംഗ്ലീഷ് ചാനലാണ്. ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ബോർഡറിൻ്റെ നടുക്കൂടെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ കടലാണ് കാണാൻ പറ്റുന്നത്. ഓൾസോ നമ്മളിപ്പോൾ നടന്ന് ഡോണറ്റ് ഗ്രോയിൻ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ലൈഫ് ബോയ് അല്ലേ, പൂളിലും അതിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും പിള്ളേർക്കും എല്ലാവർക്കും മുങ്ങിപ്പോകാണ്ടിരിക്കാനുള്ള സ്ഥലം മനസ്സിലായില്ലേ, അത് തന്നെ. ഇവിടെ കുറേ പേര് ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓൾസോ ഭയങ്കര കാറ്റും നല്ല വേവ്സും ഒക്കെ ആയിരുന്നു. ഇങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ ആർട്ട് വർക്ക്സ്, പിന്നെ കുറേ ഷോപ്സ്, പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വിശന്നപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തേ? അതെ, നമുക്കത് സെപ്പറേറ്റ് അതിനും പേ ചെയ്യണം. സോ നമ്മളങ്ങനെ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലം. ഞാനിത് പറയുന്ന എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല. സോ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ദേശീയ ഭക്ഷണമായ ഫിഷ് ആൻഡ് ചിപ്സും നഗറ്റ്സും ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ദെൻ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിറങ്ങി ബ്രൈറ്റൺ ഫിഷിംഗ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ പോയത്. അവിടെയാണെങ്കിൽ കുറേ ഫിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്, അതുപോലെ പണ്ട് വരെ എങ്ങനെയാണ് ഫിഷിംഗ് ചെയ്തത് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇറങ്ങിയപ്പോൾ കണ്ടത് സൈഡിൽ കുറേ പേര് ബാഡ്മിൻ്റൺ കളിക്കുന്നു. ഭയങ്കര ക്രൗഡാണ്. ഓൾസോ ഇത് ഭയങ്കര ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ടൂറിസ്റ്റേഴ്സ് അന്ന് തന്നെ നമുക്ക് പറയാം. അതുപോലെ കുറേ ലോക്കൽ പീപ്പിൾസും ഉണ്ട് അവിടെ ലോക്കലി താമസിക്കുന്നത്. നിങ്ങൾ കണ്ട ഇപ്പോഴത്തെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എന്തോ ഒരു പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് അപ്സൈഡ് ഡൗൺ ഹൗസിലേക്കാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്തോ ഒരു പരേഡൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ബാൻഡൊക്കെ കൊട്ടി. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരേഡ് കാണുന്നത്. കുറേ നടക്കാറുണ്ട് UK, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ദെൻ കുറച്ച് നേരം ബീച്ചിൻ്റെ അവിടെ പോയിരുന്നു, വ്യൂ ഒക്കെ എൻജോയ് ചെയ്തു. പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കുക, എൻ്റെ ക്യാമറ മര്യാദക്കാണോ ഇരിക്കുന്നത് ഇല്ലയോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദെൻ അവിടെ നിന്ന് കുറച്ചധികം നേരം ഇരുന്നു, സൺ ബാത്തൊക്കെ ചെയ്തു. കുറേ പേരുണ്ട് കേട്ടോ അവിടെ. നമ്മളൊരു മൂലയ്ക്കാണ് പോയിരിക്കുന്നത്, ആരും ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് ഞാൻ ആ വ്യൂവും കണ്ട് എൻജോയ് ചെയ്ത് അവിടെ അങ്ങനെ ഇരുന്നു. ആൻഡ് പറയാതിരിക്കാൻ വയ്യ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ക്ലീനാണ്, നീറ്റാണ്, ആൻഡ് ഭയങ്കര സണ്ണിയും കൂടെ ആയിരുന്നു അന്ന്. അതുകൊണ്ട് ഇത് ബ്രൈറ്റൻ്റെ ഒരു ഐക്കോണിക് സ്പോട്ടാണ്. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ടൂ 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 ടൂ. Really? ഇത് ബ്രൈറ്റണിലെ ഒരു ഗൺ ഷോപ്പാണ്. പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഗൺസ് ഒക്കെ കാണാം ഇവിടെ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കയറാവുന്നതാണ്. അങ്ങനെ വഴിതെറ്റി എത്തിയത് റോയൽ പവിലിയൻ എസ്റ്റേറ്റിൻ്റെ മുമ്പിലായിരുന്നു. ഇതൊരു മ്യൂസിയമാണ്. നമുക്ക് സമയപരിധി മൂലം നമുക്കവിടെ കയറാൻ പറ്റിയില്ല. നമ്മളവിടെ കുറച്ച് നേരം കണ്ടു, എക്സ്പ്ലോർ ചെയ്തു, ഉള്ളിൽ കയറാണ്ട് എക്സ്പ്ലോർ ചെയ്തു. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തെറിച്ചു.
നമ്മുടെ പാർക്കിങ്ങിലേക്ക് പോയി. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ കുട്ടി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ, ടാറ്റാ.